ഹായ് ഫ്രണ്ട്സ്, വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പാർട്ട് 4 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചാണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ മിച്ചമാണോ കമ്മിയാണോ കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്ന ഒരു അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്തിനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ചോദിച്ചാൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ മിച്ചമാണോ കമ്മിയാണോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ആ പേര് പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക എക്സ്പെൻസുകളും ഇൻകവുമാണ്. ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവുകളാണെങ്കിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവുകളാണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും, കമ്മിയായിരിക്കും കിട്ടുക. ഇനി ചെലവുകളേക്കാൾ കൂടുതൽ എക്സ്പെൻസുകളേക്കാൾ കൂടുതൽ ഇൻകം ആണെങ്കിൽ, വരുമാനമാണെങ്കിൽ നമുക്ക് കിട്ടുക സർപ്ലസ് ആയിരിക്കും, മിച്ചമായിരിക്കും എന്നതാണ്. അതാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സർപ്ലസോ ഡെഫിസിറ്റോ മിച്ചമോ കമ്മിയോ കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിൽ തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സവിശേഷതകൾ. ഒന്നാമത്തെ പോയിന്റ്, നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഞാൻ എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ലാഭവുമായി നഷ്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഇത് വിളിക്കും നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ലാഭവും നഷ്ടമായി വരുന്ന അക്കൗണ്ട് ആണ്. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം ഒന്നല്ലെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസോ, ലാഭമോ നഷ്ടമോ മിച്ചമോ കമ്മിയോ ആയിരിക്കും നമുക്ക് എന്ത് തയ്യാറാക്കുമ്പോൾ കിട്ടുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടുക. അപ്പൊ ഇതാണ് ഒന്നാമത്തത്, നോമിനൽ അക്കൗണ്ട് ആണ്. ഇതൊരു ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. 2, നോ ഓപ്പണിംഗ് ബാലൻസ് എന്നാണ്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. ക്യാഷ് ഇൻ ഹാൻഡിന്റെയോ ക്യാഷ് ഇട്ട് ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് ഏത് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചർ. 3, നോ ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്തതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് എന്തുണ്ടായിരിക്കില്ല, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കി കിട്ടുമ്പോൾ അതിന് വ്യത്യാസം വരുന്നത് ഒന്നല്ലെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. ഈ അക്കൗണ്ട് നമുക്ക് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്ത് നമുക്ക് അവസാനമായി കിട്ടുന്നത് ഒന്നല്ലെങ്കിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവുകളാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും കിട്ടുക, കമ്മിയായിരിക്കും, നഷ്ടമായിരിക്കും കിട്ടുക. ഇനി എക്സ്പെൻഡിച്ചറുകളേക്കാൾ കൂടുതൽ ചെലവുകളേക്കാൾ കൂടുതൽ വരുമാനമാണെങ്കിൽ, ഇൻകം ആണെങ്കിൽ അവിടെ കിട്ടുന്നത് സർപ്ലസ് ആയിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും, ലാഭമായിരിക്കും. അപ്പൊ അതാണ് നോ ക്ലോസിംഗ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി അവസാനം കിട്ടുന്നത് നമുക്കൊന്നല്ലെങ്കിൽ സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. ഇങ്ങനെ കിട്ടുന്ന സർപ്ലസും ഡെഫിസിറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് കൊണ്ടുപോവുക. ബാലൻസ് ഷീറ്റിൽ നമുക്ക് സർപ്ലസ് ആണ് കിട്ടിയതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും, കൂട്ടിക്കൊടുക്കും. ലാഭമാണ് കിട്ടിയതെങ്കിൽ. ഇനി ഡെഫിസിറ്റ് ആണ്, നഷ്ടമാണ്, ലോസ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നോ ക്ലോസിംഗ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഫീച്ചർ, ഓൺലി റവന്യൂ ഐറ്റം ഈസ് റെക്കോർഡഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ഐറ്റം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? റവന്യൂ ഐറ്റം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ പേയ്മെന്റുകളും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെന്റും ഏതിൽ റെക്കോർഡ് ചെയ്യില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല എന്നതാണ്. നമ്മൾ റവന്യൂ റെസിപ്റ്റുകൾ ഇൻകം സൈഡിൽ കാണിക്കും, റവന്യൂ പേയ്മെന്റുകൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും എന്നതാണ്. അടുത്തൊരു ഫീച്ചർ, പ്രൊവിഷൻ ഈസ് മെയ്ഡ്.
പ്രൊവിഷൻ ഇസ് മെയ്ഡ്. എന്താണ് പ്രൊവിഷൻ ഇസ് മെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ കാണിക്കും എന്നതാണ്. ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ കാണിക്കും, പ്രീപെയ്ഡുകൾ കാണിക്കും, ബാഡ് ഡെപ്റ്റുകൾ കാണിക്കും, ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ ഏതിൽ രേഖപ്പെടുത്തും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എന്ത് കാണിക്കും? നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ കാണിക്കും എന്നതാണ് പ്രൊവിഷൻ ഇസ് മെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് റെസിപ്റ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ്. ഒന്ന്, എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്, ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. രണ്ട്, നോ ഓപ്പണിംഗ് ബാലൻസ്, ബാലൻസ് ബ്രോഡൌൺ എന്തിലുണ്ടായിരിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. മൂന്ന്, നോ ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല, ബാലൻസ് ക്യാരി ഡൗൺ ഉണ്ടായിരിക്കില്ല, പകരം സർപ്ലസോ ഡെഫിസിറ്റോ ആണ് ഉണ്ടായിരിക്കുക. നാല് വരുന്നത് ഓൺലി റവന്യൂ ഐറ്റം റെക്കോർഡ്. റവന്യൂ ഐറ്റം മാത്രമേ ഏതിൽ രേഖപ്പെടുത്തുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ പേയ്മെന്റ്. അടുത്തത് പ്രൊവിഷൻ ഇസ് മെയ്ഡ്. അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഏതിൽ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അപ്പൊ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ മീനിങ്ങും അതിന്റെ ഫീച്ചറും. അപ്പോൾ ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നേരിട്ട് പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രം ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 December 2014. 31 December 2014 അവസാനിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ റെസിപ്റ്റ് സൈഡ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, പേയ്മെന്റ് സൈഡ് എമൗണ്ട്. റെസിപ്റ്റുകൾ ഉള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 1/1/2014 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും ക്യാഷ് ഇൻ ഹാൻഡിന്റെ. എമൗണ്ട് എത്ര? 19,000. അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക്, അതും ഓപ്പണിംഗ് ബാലൻസ് ആണ് 33,000. സബ്സ്ക്രിപ്ഷന് 2,71,000. ഡൊണേഷൻ ഫോർ പവലിയൻ 50,000. എൻട്രൻസ് ഫീസ് 25,000. ഇൻട്രസ്റ്റ് 15,000. ലോക്കർ റെന്റ് 45,000. ഇനി ഇതെത്രയാണ് റെസിപ്റ്റ് സൈഡിലുള്ളത്. ഇനി പേയ്മെന്റ് സൈഡിൽ നോക്കാം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 36,500. റേറ്റ്സ് ആൻഡ് ടാക്സസ് 16,000. ടെലിഫോൺ ചാർജസ് 3,100. വേജസ് ആൻഡ് സാലറി 90,000. ഇൻഷുറൻസ് പ്രീമിയം 16,000. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 2,20,000. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കൊടുത്തിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ 31/12/2014. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കും? ക്യാഷ് ഇൻ ഹാൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 26,400 ആണ്, 26,400. അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക്, അതും ക്ലോസിംഗ് ബാലൻസ് ആണ് 50,000. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും ടോട്ടൽ 4,58,000. അപ്പൊ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലും ഐറ്റം ഉണ്ടാവും, റവന്യൂ ഐറ്റം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ ഐറ്റം കൊണ്ടുപോകില്ല. എന്തു മാത്രമേ കൊണ്ടുപോകുള്ളൂ? റവന്യൂ ഐറ്റം മാത്രമേ കൊണ്ടുപോകുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെന്റും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത് ഏതൊക്കെയായിരിക്കും? റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെന്റും മാത്രമേ ഏതിൽ കാണിക്കുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ പേയ്മെന്റുകളും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം, ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. എക്സ്പെൻഡിച്ചർ, എമൗണ്ട്, ഇൻകം സൈഡ്, എമൗണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുകയാണ്. ഈ ഫോർമാറ്റ് പ്രകാരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ഐറ്റം കാണിക്കില്ല, റവന്യൂ ഐറ്റം മാത്രമേ കാണിക്കുള്ളൂ. റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെന്റുകളും മാത്രമേ നമ്മൾ ഏതിൽ റെക്കോർഡ് ചെയ്യുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെന്റും നമ്മൾ ഏതിൽ രേഖപ്പെടുത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. റവന്യൂ റെസിപ്റ്റുകൾ നമ്മൾ ഇവിടെ ഏത് സൈഡിൽ എഴുതുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റുകൾ എഴുതുക. റവന്യൂ പേയ്മെന്റുകൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മൾ ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുക. ഞാൻ പറഞ്ഞിരുന്നു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റം ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെന്റ് ആണ്. എക്സ്പെൻഡിച്ചർ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് റവന്യൂ പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ അത് എവിടെ നോക്കി ചെയ്യണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നോക്കിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? റവന്യൂ പേയ്മെന്റുകൾ കിട്ടുള്ളൂ.
അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് പേയ്മെന്റ് സൈഡിൽ ആദ്യം വരുന്ന റൈറ്റ് ആണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ എഴുതണം നമ്മൾ? അത് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എഴുതി കൊടുക്കൽ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെന്റ് ആണ്, അത് റവന്യൂ പേയ്മെന്റ് ആണ്. എമൗണ്ട് 36,500 ആണ്. എന്തിന്റെ എമൗണ്ട്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ എമൗണ്ട്. അപ്പോൾ അത് റവന്യൂ പേയ്മെന്റ് ആയതുകൊണ്ടാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കാണിച്ചത്. അതിനുശേഷം വരുന്ന മറ്റൊരു ഐറ്റമാണ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. എമൗണ്ട് 16,000. റേറ്റ്സ് ആൻഡ് ടാക്സസും ഒരു പേയ്മെന്റ് ആണ്, റവന്യൂ പേയ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ റെക്കോർഡ് ചെയ്യും. റേറ്റ്സ് ആൻഡ് ടാക്സസ് കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വരുന്ന മറ്റൊരു ഐറ്റമാണ് ടെലിഫോൺ ചാർജസ്. ടെലിഫോൺ ചാർജ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റേറ്റ്സ് ആൻഡ് ടാക്സസ് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ടെലിഫോൺ ചാർജസും പേയ്മെന്റ് ആണ്. എന്ത് പേയ്മെന്റ് ആണ്? അത് റവന്യൂ പേയ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എവിടെ രേഖപ്പെടുത്തി? അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി. എമൗണ്ട് 3,100. ടെലിഫോൺ ചാർജസ് കഴിഞ്ഞാൽ അതിൽ തൊട്ട് താഴെ വരുന്ന മറ്റൊരു ഐറ്റമാണ് വേജസ് ആൻഡ് സാലറി. വേജസ് ആൻഡ് സാലറിയും ഒരു പേയ്മെന്റ് ആണ്, റവന്യൂ പേയ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് വേജസ് ആൻഡ് സാലറിന്റെ റവന്യൂ പേയ്മെന്റ് എന്ന് വിളിക്കാനുള്ള കാരണം? റെക്കറിംഗ് നാച്ചർ ആണ്, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് വേജസ് ആൻഡ് സാലറി റവന്യൂ പേയ്മെന്റ് ആയത്. അതുകൊണ്ട് തന്നെ റവന്യൂ പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ രേഖപ്പെടുത്തുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. എമൗണ്ട് 90,000. അപ്പോൾ വേജസ് ആൻഡ് സാലറി കഴിഞ്ഞാൽ മറ്റൊരു ഐറ്റം പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസിന് പ്രീമിയം കൊടുത്തത് ഇത് പേയ്മെന്റ് ആണ്, റവന്യൂ പേയ്മെന്റ് ആണ്. എമൗണ്ട് നമ്മൾ 16,000 രൂപ കാണിച്ചു. 16,000 രൂപ നമ്മൾ രേഖപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ സൈഡ് നമ്മൾ രേഖപ്പെടുത്തുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നമ്മൾ റവന്യൂ പേയ്മെന്റുകൾ എടുത്ത് നോക്കിയിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എഴുതും. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതിയിട്ടില്ല? അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്തിനു ഉദാഹരണമാണ്? അതൊരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്, അതിലേക്ക് നിക്ഷേപം നടത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾക്ക് മുകളിൽ ഒരു നിക്ഷേപം നടത്തിയത് കൊണ്ട് അതെന്താണ്? ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തില്ല. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും നമ്മൾ എവിടെ രേഖപ്പെടുത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ഈ റവന്യൂ റെസിപ്റ്റുകൾ, റവന്യൂ പേയ്മെന്റുകൾ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തിയ ശേഷം പിന്നെ പോകേണ്ടത് ഇൻകം സൈഡാണ്. അപ്പോൾ ഇൻകം സൈഡിൽ ഏതാണ് നമ്മൾ രേഖപ്പെടുത്തുക? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തുക. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തുടക്കത്തിലുണ്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. രണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കാണിക്കൂ? ഇല്ല അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫീച്ചറിൽ ഇതിന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഏതിനുണ്ടായിരിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കില്ല. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞാൽ മറ്റൊരു ഐറ്റം വരുന്നത് ഏതാ? സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷന് നമ്മൾ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കും സബ്സ്ക്രിപ്ഷൻ. എന്തുകൊണ്ടാണ്? സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ് ആണ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് പീരിയോഡിക് ആയിട്ട് സമയബന്ധിതമായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന തുകയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു എന്താണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സബ്സ്ക്രിപ്ഷന് നമുക്ക് റെസിപ്റ്റ് ആണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻകം സൈഡിൽ എഴുതി. എമൗണ്ട് 2,71,000. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാൻ പറ്റും ഡൊണേഷൻ ഫോർ പവലിയൻ. ഡൊണേഷന് 2 തരത്തിലുണ്ട്, സ്പെസിഫിക് ഡൊണേഷനും ജനറൽ ഡൊണേഷനും. ജനറൽ ഡൊണേഷന് അത് റവന്യൂ റെസിപ്റ്റ് ആണ്, സ്പെസിഫിക് ഡൊണേഷന് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ ഫോർ പവലിയൻ നിർമ്മിക്കാൻ ഡൊണേഷൻ കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത് സ്പെസിഫിക് ആണ്. പവലിയൻ നിർമ്മിക്കാൻ വേണ്ടി എന്ന് ഡൊണേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ആ സ്പെസിഫിക് ഡൊണേഷനാണ്. സ്പെസിഫിക് ഡൊണേഷൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് നമ്മൾ എവിടെ കാണിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കില്ല. അപ്പോൾ ഡൊണേഷൻ ഫോർ പവലിയൻ കഴിഞ്ഞാൽ മറ്റൊരു ഐറ്റം വരുന്നത് എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസ് ഞാൻ പറഞ്ഞിരുന്നു, എൻട്രൻസ് ഫീസിനെ അഡ്മിഷൻ ഫീസ് എന്നും വിളിക്കും. അഡ്മിഷൻ ഫീസിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല എങ്കിൽ എൻട്രൻസ് ഫീസ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യല്? റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യല്.
അപ്പോൾ എൻട്രൻസ് ഫീസ് നമ്മുടെ റവന്യൂ റെസിപ്റ്റ് ആണ്. എമൗണ്ട് 25,000 ആണ് എൻട്രൻസ് ഫീസിന്റെ എമൗണ്ട്. എൻട്രൻസ് ഫീസ് കഴിഞ്ഞാൽ മറ്റൊരു ഐറ്റം വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. പലിശ കിട്ടിയേക്കാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ആണ്. എന്ത് റെസിപ്റ്റ് ആണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കും. എമൗണ്ട് 15,000 രൂപയാണ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട്. അപ്പൊ ഇൻട്രസ്റ്റും കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മറ്റൊരു ഐറ്റം ആണ് ലോക്കർ റെന്റ്. ലോക്കർ റെന്റ് നമുക്ക് റെസിപ്റ്റ് ആണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. എമൗണ്ട് 45,000. അപ്പോൾ നമ്മൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡ് നോക്കിയിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. റവന്യൂ റെസിപ്റ്റുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി. അപ്പോൾ എക്സ്പെൻഡിച്ചറും ഇൻകവും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് ഏത് സൈഡാണ് കൂടുതൽ എന്നാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ കൂടുതൽ ഇൻകം സൈഡാണ് എമൗണ്ട് ഉള്ളത്. 2,71,000, 25,000, 15,000, 45,000 ഒക്കെ ഏത് സൈഡാണ് കൂടുതൽ? എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ കൂടുതൽ ഇൻകം സൈഡാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലെ ഈ ടോട്ടൽ, ഈ എമൗണ്ട് കോളത്തിന്റെ ടോട്ടൽ നമുക്ക് കിട്ടുക 3,56,000 ആണ് ഇൻകം സൈഡിന്റെ ടോട്ടൽ. അപ്പോൾ അക്കൗണ്ടൻസിലെ നിയമപ്രകാരം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാക്കണം. ഈ ഏത് സൈഡിലാണ് നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത്? എക്സ്പെൻഡിച്ചർ സൈഡിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. എക്സ്പെൻഡിച്ചർ സൈഡാണ് കുറവ്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇൻകം സൈഡ് കൂടിയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡ് കുറഞ്ഞാൽ ഞാൻ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു? സർപ്ലസ് ആണ് നമുക്ക് കിട്ടുക, മിച്ചമാണ് കിട്ടുക. അപ്പോൾ ഈ ഇൻകം സൈഡിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സൈഡിലത്തെ ടോട്ടൽ മൈനസ് ചെയ്തപ്പോൾ ഈ 3,56,000 നിന്ന് 36,500, 16,000, 3,100, 90,000, 16,000 കുറച്ചപ്പോൾ നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടിയത് 1,94,400 ആണ്. ഇതെന്താണ്? സർപ്ലസ് ആണ് അല്ലേ? സർപ്ലസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കൽ. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരയ്ക്കും. അതിനുശേഷം നമ്മൾ എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഈ പേയ്മെന്റ് സൈഡിൽ നോക്കിയിട്ട് റവന്യൂ പേയ്മെന്റുകളൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതും. അതിനുശേഷം നമ്മൾ ഇൻകം സൈഡിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ നോക്കിയിട്ട് നമ്മൾ റവന്യൂ റെസിപ്റ്റുകളൊക്കെ ഇൻകം സൈഡിൽ ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് സൈഡാണ് കൂടുതലാണ് നോക്കുക? എക്സ്പെൻഡിച്ചർ സൈഡാണോ ഇൻകം സൈഡാണോ ബാലൻസ് കൂടുതൽ എന്ന് നോക്കുക. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി 3,56,000 ആണ് ഈ ഇൻകം സൈഡിന്റെ ടോട്ടൽ. ഇൻകം സൈഡാണ് കൂടുതൽ. അപ്പോൾ ഇൻകം സൈഡ് കൂടിയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡ് കുറഞ്ഞ്, വരുമാനം കൂടിയിട്ട് ചെലവ് കുറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. അങ്ങനെ സർപ്ലസ് നമുക്ക് 1,94,400 കിട്ടി. അപ്പോൾ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.